അപ്പോൾ ഇന്ന് നമുക്ക് അഞ്ചൽ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നപ്പന് കൊതു കുത്തുന്നതിൻ്റെ ഒരു ചെറിയ അലർജി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നുകൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ചൽ വരെ വന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ സാധനമൊക്കെ കിട്ടിയിട്ട് നമുക്ക് പിന്നെ ഒന്ന് രണ്ടിടത്തും കൂടെ കയറാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വട്ടം ഉണ്ടാക്കിയിട്ട് നന്നായതിൽ കൂടുതൽ കുളമായൊരു സാധനമാണ് ഈ കേക്ക് ഉണ്ടാക്കൽ പരിപാടി. അപ്പം സൂപ്പർ മാർക്കറ്റിൽ വന്ന് അതിന് എളുപ്പ വഴിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓറിയോ കേക്ക് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ സ്പെയർ പാർട്സ് കടയിൽ കയറണമായിരുന്നു. നേട്ടേക്ക് എന്താ ഇവിടെ നിന്നൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു. അപ്പം അത് കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിലും കൊടുത്തിട്ട് നേരെ ഞാൻ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അതാ ഒരാൾ എന്നെ കാത്തു നിൽക്കുകയാണ്. ഇനി ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ അതോ എൻ്റെ കയ്യിൽ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടോ എന്ന് അറിയാനുള്ള നിൽപ്പാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തേക്കാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങുന്നത്. അപ്പം കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ബിസ്ക്കറ്റ് ക്രീമും മാറ്റി ബിസ്ക്കറ്റ് മാറ്റിയിട്ട് ബിസ്ക്കറ്റ് ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് പിന്നെ നമ്മൾ ആ മാറ്റി വെച്ച ക്രീമും കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നമ്മളതൊരു ബാറ്ററിൻ്റെ രൂപത്തിലാക്കി മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമ്മളിത് ഇഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഓവൻ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഒരു ബട്ടർ പേപ്പർ ഇട്ട് നന്നായിട്ട് അല്ലെങ്കിൽ ഒന്ന് ബട്ടർ തടവി കൊടുത്തിട്ട് ഈ ബാറ്റർ അതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇഡലി തട്ടിനകത്ത് എന്ന് വെച്ചാൽ ഇഡലി കുട്ടുവത്തിനകത്ത് നമ്മുടെ ഈ പാത്രം വെക്കുന്ന റിങ് ഉണ്ടല്ലോ അത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാത്രം വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു 30-35 മിനിറ്റിനുള്ളിൽ നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടും. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് പറയുകയല്ല, എന്തായാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പൊന്നപ്പനും മധുരം അത്ര ഇഷ്ടമല്ലെങ്കിലും അവനും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.